ഓക്കെ, നമ്മുടെ റെസ്റ്റ് കഴിഞ്ഞു. ഞാനാണ് ഇനി എണ്ണാൻ പോകുന്നത്. അമ്മു അവളുടെ സ്ഥലം പറഞ്ഞു തന്നു, കോഴിക്കോട്ടിലാന്ന്. അവൾക്ക് ഓർമ്മയില്ലേ തോന്നണു ഞാൻ എണ്ണണെന്ന്. ഓക്കെ ഓക്കെ, അടിപൊളി സ്ഥലത്താണ് അമ്മു വിളിക്കുന്നത്. ലച്ചു അവളുടെ പിന്നാലെ ചിലപ്പോൾ പോവും. ഓക്കെ, അപ്പം ഞാൻ എണ്ണാൻ പോവാണ്. എണ്ണണ വരെ ഞാൻ എന്നെയാണ് ആദ്യം കണ്ട്. ഓക്കെ, ഓക്കെ, അപ്പോൾ സാറ്റ് അടിച്ച് തന്നെയുണ്ട് ഞാൻ എണ്ണ. ഓക്കെ, അപ്പം ഇനി എണ്ണി കഴിഞ്ഞിട്ട് ബാക്കി വിഷ്വൽസ് കാണാം. നമ്മൾ എണ്ണി കഴിഞ്ഞു. സൗണ്ട് വെച്ച് നോക്കുമ്പോൾ ലച്ചു അതേനെ അങ്ങോട്ട് പിന്നിക്കും പോയി, അമ്മ ഉദ്യേന ഇങ്ങോട്ടും പോയി. അവർ മിക്കവാറും കണ്ടുമുട്ടിയിട്ടുണ്ടാവും. എവിടെ വേണിച്ചുണ്ടാവും. അവരെവിടെ നിന്നെങ്കിലും ഇങ്ങോട്ട് പൂച്ചിട്ട് ചാടി വരും. അങ്ങനെയാണ് അവർ. വാഴയുടെ പിന്നിലുണ്ടാവും അമ്മ. അവിടെ ഏതാ ഒരു വാഴ, നമുക്ക് സൂം ചെയ്ത് നോക്കാം അവിടെ ഉണ്ടോ. കാണാനില്ല. നമുക്ക് തേനെ പോയി നോക്കാം. ഇല്ല, അവരുടെ സൗണ്ട് അവിടെ നിന്നാണ് കേൾക്കണേ. അതായത് അവർ ആ ടോയ്ലറ്റിൻ്റെ അവിടെയാണ് തോന്നുന്നു. ഏത് സ്ഥലത്ത് കൂടെ വന്നാൽ പെട്ടെന്ന് സൈറ്റ് അടിക്കാം. ഇതേ പോയി നോക്കാം. ഇതേ പോയി പെട്ടെന്ന് സൈറ്റ് അടിക്കാം. റിസ്ക്കാണ് സാറേ, നമുക്ക് നോക്കാമല്ലോ. ഇവിടെ നമ്മ വിളിക്കും പറഞ്ഞത് കോഴിക്കോടാണ്. ചായ്പ്. ഹായ് അമ്മു. അമ്മുവിനെ കണ്ടു. അയ്യോ, അമ്മുവിനെ കണ്ടതാണ് ഗൈസ്. പക്ഷെ അമ്മു സാറ്റടിച്ച് ജസ്റ്റ് മിസ്. കയ്യിൽ ക്യാമറ ഉള്ളതുകൊണ്ട് നേരെ ഓടാൻ പറ്റിയില്ല. അമ്മു അതേ വന്നുകൊണ്ട് ലച്ചുവിനെ ഇപ്പം ഈ സൈഡിൽ നിൽക്കണ്ടോ. നമുക്ക് വെറുതെ ഇവിടെ പോയി നോക്കാം. അപ്പം ചിലപ്പോൾ അവള് പറഞ്ഞു ലച്ചു ടോയ്ലറ്റിലുണ്ട്. പോയി ചെക്ക് ചെയ്ത് നോക്കാം. കുടുങ്ങി തോന്നണം. കാണാനില്ല ലച്ചുവിനെ. ഓ ലച്ചു അടിച്ചേ, ഞാൻ അടിച്ചേ. ഭാഗ്യം. ലച്ചുവിന് ഓടാൻ ലേശം വഴുകി, അവിടെ അക്കിടി പറ്റി. ഓക്കെ, അമ്മു ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെട്ടു വന്ന് സാറ്റ് അടിച്ചു. ഓക്കെ അമ്മു, നമുക്ക് ഒരേ സ്ഥലത്ത് വിളിക്കാം. എന്റെ സ്ഥലത്ത് വിളിക്കാം. പോ ലച്ചു പോ ഞങ്ങൾ സ്ഥലം. ഇല്ല. ആ ഓക്കെ, നിനക്ക് ബാ ഇങ്ങോട്ട് കേട്ടോ അമ്മു, ഇങ്ങോട്ടെ. ശരിയാണ്. 1 2 3 4 നമ്മളിവിടെയാണ് കളിക്കുന്നത്. ഇവിടെ അനക്കല്ലേ അനക്കിയ ലച്ചു കാണും. അനക്കിയില്ലെങ്കിൽ ഒരിക്കലും ലച്ചു കാണില്ല, കാരണം അവൾ ഇങ്ങോട്ട് വരില്ല. ലച്ചു എണ്ണിക്കഴിഞ്ഞു. നോക്കാം. നോക്കി അവൾ എന്തായാലും കാണും. അതോ കാണില്ല. സീനാണ്. ഓടിപ്പോയി സാറ്റ് അടിച്ച 3 2 1 ഓടിക്കോ. സാറ്റേ അടിച്ചേ, ഞാൻ അടിച്ചു. ഓഫ്, ജസ്റ്റ് മിസ്. അമ്മുവിനെ ലച്ചു കണ്ടു. അമ്മൂസ്
അത് അമ്മുവിൻ്റെ ആണ്. ഓക്കെ നമുക്കിനി വേണോ? ആ വന്നോ വന്നോ വന്നോ. കണ്ടുപിടിക്കാൻ പറ്റാത്ത സ്ഥലമായിരിക്കും. നമ്മൾ റബ്ബർ തൊട്ടിലേക്കാണ് പോകുന്നത്. അവിടെ ഏതെങ്കിലുമൊക്കെ ഒരു മരത്തിന് പിന്നിൽ നമുക്കൊരു സീറ്റിംഗ് കിട്ടുമോ നോക്കാം. നമുക്കൊരു 5 കവുങ്ങുതൊട്ടിക്കാം. റബ്ബർ തൊടിയിൽ കൂടെ വന്ന് ഇവിടെ കയറി ഗൈസ്. ഞാൻ ഒരു വട്ടം ഇവിടെ ഓൾറെഡി വിളിച്ചതാ. ലച്ചപ്പോഴും റബ്ബർ തൊടിയില്ല. അവിടെ മിക്കവാറും കാണും, കാരണം അവിടെ സിമ്പിളായി കാണാം. അയ്യോ നമ്മളെ കണ്ടു എന്നാ തോന്നണേ. നമ്മളെ കണ്ടു. ലച്ചപ്പുള്ള റബ്ബർ തോട്ടത്തിലാണ്. അവളെ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഈ കമ്പിയാണ് കഴിച്ച് നമ്മളന്ന് ഓടുമ്പോൾ കഴുത്ത് കുടുങ്ങി. ഓടി വന്നു വെച്ചാൽ ഞാൻ അത് തട്ടി വീഴേണ്ടായിരുന്നു. ഭാഗ്യത്തിന് നടന്നേ ഉള്ളൂ. അവളെയും കണ്ടു. ഓക്കെ, അപ്പൊ ഇനി ആരാണ്? ആ സാരല്ല. ഓക്കെ ഓക്കെ, ഞാൻ ഒന്നുകൂടി എണ്ണാൻ പോവുകയാണ്. ഞാൻ അവിടെ പോയി വിളിക്കും. ഇഷ്ടത്തിന് സ്ഥലം ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇനി എണ്ണി കഴിഞ്ഞിട്ട് കാണാം. ലച്ചുവിൻ്റെ സൗണ്ട് കേട്ടു. വാഴയുടെ പിന്നല്ല അവളുണ്ട്, ഞാൻ കാണുകയും ചെയ്തു. അവളുടെ പാദസരത്തിൻ്റെ സൗണ്ട് കിലിങ് കിലിങ് കാണാം. മണിച്ചത്ര താഴത്തെ ആ സൗണ്ട് പോലെയാണ്. ലച്ചു വാഴയുടെ പിന്നെന്ന് പോയോ? വാ വാഴയുടെ പിന്നെന്ന്. ലച്ചു സാറ്റ് വാഴയുടെ പിന്നെ, ലച്ചു സാറ്റ് വാഴയുടെ പിന്നേന്. അമ്മ ഉദ്യാനാണ് ഓടിയത്. അപ്പോൾ അവൾ എന്തായാലും അന്നത്തെ പോലെ ഈ മൂലയിൽ നിൽക്കുന്നുണ്ടാവും. പോയി നോക്കി നോക്കാം. ലച്ചു പറയേണ്ടത് കേൾക്കണായിരുന്നു. അവള് പറഞ്ഞു അവിടെ അറിയില്ലാന്ന്, കേട്ടില്ല. ഓക്കെ ലച്ചു എണ്ണിക്കോ. ഓക്കെ വേണ്ട, തവണ ഞാൻ അമ്മുവിൻ്റെ പിന്നാലെയാണ് പോകുന്നത്. ലച്ചു എണ്ണിക്കോ. 1 മിനിറ്റ് ഇതും കൂടി. ഓക്കെ ലച്ചു എണ്ണാൻ പോവാണ്. അമ്മു അങ്ങോട്ട് പോകണ്ട. അമ്മു അവിടെ ചിലപ്പോൾ പാമ്പൊക്കെ ഉണ്ടാവുക, സൂക്ഷിച്ച് നടന്നു സൂക്ഷിച്ച് വേണം ഇരുന്നോ. നമ്മൾ ചായപ്പിൻ്റെ ഉള്ളിലാണ് വന്നിരിക്കുന്നത്. ക്യാമറ ഇവിടെ വെക്കാല്ലേ. ഓക്കെ, ക്യാമറ ഇവിടെ വെച്ചിരുന്നു. പിന്നെ കാണുന്നുണ്ടോയെന്നറിയില്ല. വേണ്ട, ലച്ചുവിൻ്റെ എണ്ണൽ കഴിഞ്ഞു. ഇവിടെ വന്നാൽ കാണും. ഇത് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞൊരു ചായപ്പ്. ഇവിടെ ഒരു കോഴിക്കൂടൊക്കെ ഉണ്ടായിരുന്നു. കോഴിയോളെ വിറ്റു. അങ്ങനെ കോഴിക്കോടും വിറ്റു. അപ്പോൾ അവിടെ പഴയ സാധനങ്ങളൊക്കെ വയ്ക്കും. ഓട് വയ്ക്കും, ഓല, പൈപ്പ്, അങ്ങനെ ചാക്കുകളൊക്കെ ഉണ്ടാവും. അയ്യോ ലച്ചു വന്നു. സൗണ്ട് ഉണ്ടാക്കി. ലച്ചു വന്നു. കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ, അറിയില്ല. ഇല്ല, കണ്ടില്ല. സമാധാനം. ഇവിടെ ഭയങ്കര ചൂടാണ്, വേർത്തൊലിക്കണു. ലച്ചു വീണ്ടും വരുന്നുണ്ട്. സൗണ്ട് ഉണ്ടാക്കണ്ട കേട്ടോ, സൗണ്ട് ഉണ്ടാക്കിയാൽ കാണുമേ. ലച്ചു വീണ്ടും വരുന്നുണ്ട്. സൗണ്ട് ഉണ്ടാക്കിയാൽ കാണും. സൗണ്ട് ഉണ്ടാക്കരുത്, അനങ്ങരുത്. അപ്പോൾ പിന്നിക്കൂടെ വന്നു. നമുക്ക് ഓടിയാലോ? ഓടില്ലേ? ഓടി നോക്കി നോക്കാല്ലേ. പോയാ പോട്ടെ. പിന്നെ പോ. ഞാൻ സാറ്റ് അടിച്ചിട്ട് വരാം, അല്ലെങ്കിൽ അമ്മൂനെ കാണും. ഞാൻ ലച്ചു വരുന്നുണ്ട് ഗൈസ്. കണ്ട പോടാ. ഞാൻ അടിച്ചു. അവള് സ്ഥലം മൊത്തം പറഞ്ഞില്ല, അപ്പോഴേക്കും ഞാൻ അടിച്ചു. അമ്മൂനെ കാണുവോ?
ഗായ്സ് അമ്മുനെ കണ്ടു. ഓ പൊരിഞ്ഞ പോരാട്ടോ, ആരടിക്കും? ഓക്കെ, ഞാനുമില്ല. നമുക്ക് ഈ ഒളിച്ചകളി നിർത്താം. ഓക്കെ, നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കളിക്കാം. ഓക്കെ, അടുത്ത കളി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. ബൈ.